അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. എക്സാമൊക്കെ അടുത്തിരിക്കുകയാണ്. എല്ലാവരും പഠിക്കുന്ന ടെൻഷനിലും കാര്യങ്ങളൊക്കെയാണ്. എക്സാമിനൊക്കെ പേടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലൊക്കെയാണ്. എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ചെറിയൊരു കാര്യം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടുമിക്ക കുട്ടികളിലും ആൾക്കാരിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പഠിച്ചത് മറന്നു പോകുക എന്നുള്ളത്. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചെടുക്കും, ഒരുപാട് സമയമൊക്കെ എടുത്ത് പഠിച്ചെടുക്കും, പക്ഷെ നമ്മളത് മറന്നു പോകും. പിന്നീട് ഒന്നുകൂടെ അത് ആവർത്തിക്കേണ്ടി വരും. അത്തരത്തിൽ നമുക്ക് പിന്നീട് അത് പരീക്ഷയോടുള്ള ഒരു പേടിയായിട്ട് മാറും. അങ്ങനെ ഒരുപാട് കുട്ടികളിൽ കാണാവുന്നതാണ്, ഒരു സാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. അപ്പൊ അത്തരത്തിലൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലേണ്ടുന്ന ഒരു ദിക്റുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 2ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുൽ ബഖറയിലെ 32ാമത്തെ ആയത്ത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അക്ഷരത്തെറ്റില്ലാതെ നിങ്ങൾ ഓതാനായിട്ട്, നിങ്ങൾ ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കുക. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം എന്നാണ്. ഈ ഒരു ദിക്റിന്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്: നിനക്കാണ് മഹത്വം, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. തീർച്ചയായും നീയാണ് എല്ലാം അറിയുന്നവരും ജ്ഞാനിയായവനും. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ദിക്റിനെ നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ഇത് അധികരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഠിക്കാനിരിക്കുന്നതിൻ്റെയൊക്കെ മുമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം 3 പ്രാവശ്യം കഴിഞ്ഞുള്ളൂ വെച്ചെങ്കിൽ അത്ര മതി. എത്ര തവണ നിങ്ങൾക്ക് കഴിയുന്നുവോ അത്രയും നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അധികരിച്ച് ചൊല്ലലാണ് ഏറ്റവും നല്ലത്. നിങ്ങളാൽ കഴിയുന്നത്ര അധികരിപ്പിക്കാൻ നോക്കുക. പഠിച്ചതിന് ശേഷവും നിങ്ങളിത് ഒരു കാര്യം നിങ്ങളിത് അധികരിപ്പിക്കുക. എന്നിട്ട് പടച്ച റബ്ബിനോട് അർത്ഥം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ദിക്റൊക്കെ ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോട് എൻ്റെ ഓർമ്മയിൽ ഇത് നിർത്തി തരണേ റബ്ബേ, എക്സാമിൻ്റെ സമയത്ത് എനിക്കിത് ഓർമ്മപ്പെടുത്തി തരണേ റബ്ബേ എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് നമ്മൾ പഠനം പൂർത്തിയാക്കുക. അതുപോലെ തന്നെ നമുക്കുള്ള അറിവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് അറിവ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, എല്ലാ അറിവും നമുക്ക് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മറ്റൊരു ദിക്റുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ 20ാമത്തെ സൂറത്താണ്. സൂറത്തിലെ 114ാമത്തെ ആയത്തുണ്ട്. റബ്ബി സിദ്നി ഇൽമൻ എന്നുള്ളത്. എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, എൻ്റെ അറിവിനെ നീ വർദ്ധിപ്പിക്കണമേ എന്നാണ് ഈ ഒരു ദിക്റിന്റെ അർത്ഥം വരുന്നത്. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കാര്യവും നമ്മൾ അധികരിപ്പിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നത്രയൊക്കെ നമ്മൾ അധികരിപ്പിക്കുക. എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, അവരിലേക്കും ഇതൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും, എല്ലാ എക്സാം എഴുതുന്ന എല്ലാവർക്കും നല്ല ഉയർന്ന മാർക്കോടുകൂടെ, ഉയർന്ന റാങ്കോടുകൂടെ വിജയിക്കാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.